ജീവിതത്തെ ദേവാലയമാക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെ. ചിന്തയ്ക്കായിട്ട് 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒരിക്കൽ ഒരു ബാലൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എത്ര ദൈവങ്ങളുണ്ട്? അടുത്തു നിന്ന അനുജനാണ് ഉത്തരം പറഞ്ഞത്, ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ചേട്ടാ? പിന്നെ മറ്റൊരു ദൈവം എവിടെയിരിക്കുന്നു? ഒരേ ഒരു ദൈവമേ ഉള്ളൂ മകനെ. എന്നാൽ മനുഷ്യൻ തൻ്റെ ബുദ്ധിക്കും സങ്കല്പത്തിനും ഒത്തവണ്ണം ഓരോരോ ദൈവത്തെ സൃഷ്ടിക്കുന്നു. അവരവരുടെ ദൈവത്തിന് ആലയം പണിയുന്നു, പുണ്യസങ്കേതങ്ങൾ ഒരുക്കുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി തീർത്ഥയാത്രകൾ നടത്തുന്നു. ചില പ്രത്യേക സ്ഥലങ്ങളിൽ കുടിയിരിക്കുന്ന ദൈവത്തിന് കൂടുതൽ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു, അമ്മ പറഞ്ഞു. അപ്പോൾ സർവ്വവ്യാപിയായ ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത്? ബാലൻ്റെ യുക്തിചിന്ത ഉണർന്നു. ഏകാഗ്രതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കിത്തരുന്നു എന്നതാണ് ദൈവാലയങ്ങൾക്കുള്ള പ്രാധാന്യം. എന്നാൽ ദൈവം മനുഷ്യനെ സന്ദർശിക്കുന്നത് അവനവൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ വെച്ചാണെന്നുള്ളത് മറക്കരുത്, അമ്മ പറഞ്ഞു. ദൈവം മനുഷ്യനെ സന്ദർശിക്കുന്നത് എവിടെ വെച്ചാണോ അവിടമാണ് ആധ്യാത്മ വിദ്യാലയം. ദൈവം പലപ്പോഴും നമ്മെ സന്ദർശിക്കാറുണ്ട്, പക്ഷേ മിക്കപ്പോഴും നാം വീട്ടിൽ കാണുകയില്ല എന്ന് ജോസഫ് റൂക്സ് എന്ന ഗ്രന്ഥകാരൻ പറയുന്നു. ഏതു സമയത്തും ദൈവത്തെ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങിയിരിക്കണം. പലപ്പോഴും വേഷം മാറിയായിരിക്കും ദൈവം നമ്മെ സന്ദർശിക്കുക. ചില സന്ദർഭങ്ങളിൽ നാം വീട്ടിലുണ്ടായിരുന്നാൽ തന്നെ ഇപ്പോൾ സമയമില്ല എന്ന് ദൈവത്തോട് പറയാറില്ലേ? ചിലപ്പോൾ കൂട്ടുകാരോടൊത്ത് നാം തിന്നു കുടിച്ച് ഉല്ലസിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത ഏതെങ്കിലും വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നാളെ കാണാം എന്ന് സ്വയം അവധി പറയുന്നു. അങ്ങനെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട നമ്മുടെ വീടും ഹൃദയമന്ദിരവും കള്ളന്മാരുടെ താവളമാക്കി തീർക്കുന്നു. ദൈവത്തെ ജീവിതത്തിൻ്റെ അധിപതിയായി സ്വീകരിക്കുക എന്നത് നാളെ ആകട്ടെ എന്ന് വയ്ക്കാവുന്നതല്ല. അവിടുന്ന് നമ്മുടെ ഉള്ളിൽ കരിഞ്ചന്ത വ്യാപാരം നടത്തുന്നവരെ ആട്ടിപ്പുറത്താക്കി ദേവാലയം ശുദ്ധീകരിക്കട്ടെ. ദൈവം വ്യാപിയ ആണെങ്കിലും പാപമുള്ളിടത്ത് അവിടുന്ന് വസിക്കുന്നില്ല. ദൈവകൃപ കൊണ്ട് മാത്രമേ പാപിയുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമായി തീരുകയുള്ളൂ. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തുള്ള ജഡ്ജി ഒരു ഈശ്വര വിശ്വാസിയെ വിസ്തരിക്കുകയായിരുന്നു. അശാസ്ത്രീയമായ മതത്തിൽ വിശ്വസിക്കുന്നു എന്നതായിരുന്നു അയാളിൽ ആരോപിക്കപ്പെട്ട കുറ്റം. എന്നാൽ ആ ഭക്തൻ ജഡ്ജിയോട് ഇപ്രകാരം പറഞ്ഞു, ക്ലോറോഫോം കണ്ടുപിടിച്ച സിംസനേക്കാൾ വലിയ ശാസ്ത്രജ്ഞനല്ലല്ലോ അങ്ങ്. എന്താണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന ചോദ്യത്തിന് ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞ മറുപടി, ഞാനൊരു പാപിയാണെന്നും ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്നാണ്. നമ്മുടെ ജീവിതത്തെ സജീവ ദേവാലയങ്ങളാക്കി തീർക്കുവാൻ ഈ കണ്ടുപിടുത്തം കൂടാതെ സാധ്യമല്ല. ഓർക്കണമേ, ഈ ശരീരത്തെയാണ് ക്ഷേത്രമെന്ന് പറയുന്നത്. ഇതറിയുന്നവനെ തത്വജ്ഞാനികൾ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 1:3. മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.